ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഒരു 50 വർഷം പഴക്കമുള്ള പഴയൊരു വീടാണ്. അപ്പോൾ അതിൽ പഴയ വീടാണെങ്കിലും സൗകര്യങ്ങളുടെ കുറവല്ല, പക്ഷേ ഒരു കാറ്റും വെളിച്ചമൊക്കെ ഇല്ലാത്തൊരു പഴയ ഒരു വീട് തന്നെ. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള അസൗകര്യങ്ങളെ കൊണ്ട് അതൊന്ന് മാറ്റി നല്ലൊരു രീതിയിൽ കാറ്റും വെളിച്ചമുള്ളൊരു വീടുണ്ടാക്കണം എന്നുള്ളൊരു ധാരണയിൽ ഇങ്ങനെ എത്തിയപ്പോഴാണ് എൻ്റെ ചെറിയ മോൻ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞാണ്. അപ്പോൾ അവൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ ഭവനം കൺസ്ട്രക്ഷനിലെത്തി. അദ്ദേഹമാണ് ഈ വീട് ഒരു വീടിൻ്റേതായ ലെവലിൽ മോഡലിൽ അതിൻ്റേതൊക്കെ ആക്കി തന്നത്. അതിൻ്റെ വർക്കും അദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ജോലിക്കാരനെയാണ് ജോലി ചെയ്യാൻ വന്നിരുന്നത്. അപ്പോൾ നമ്മളുടെ അഭിപ്രായത്തിനും നമ്മൾ പറയുന്നതിനനുസരിച്ചൊക്കെ അവർ കാര്യങ്ങൾ ചെയ്തു. വളരെ ഭംഗിയായിട്ടാണ് അത് നടന്നു പോയത്. വരുന്നവരൊക്കെ പറയും പഴയ വീട് ചെയ്തതാന്ന് തോന്നുന്നില്ല എന്നെല്ലാരും പറയും. പഴയ വീടിൻ്റെ മുകൾ ഭാഗം മാത്രം പൊളിച്ച് കളഞ്ഞിട്ട് താഴെ മുഴുവൻ ചെറിയ പാർട്ടീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ആക്കിയിട്ട് ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിർമ്മാണമൊക്കെ കഴിഞ്ഞു. ഇത് ഇത്രയ്ക്ക് ഭംഗി ഞങ്ങൾ ആദ്യം നമുക്കൊരു പ്ലാനൊന്നും കാണുമ്പോൾ ഇത്രയ്ക്ക് ഭംഗി ഉണ്ടാവും എന്നുള്ള അറിയില്ലല്ലോ. പക്ഷേ നിർമ്മിച്ച് വന്ന് പണിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും സംതൃപ്തരാണ്. നല്ല ഭംഗിയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി, വരുന്നവർക്കും. പിന്നെ ഇനി പഴയതാണ് എന്നറിയാത്ത രൂപത്തിലാണ് പണികളൊക്കെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. പിന്നെ പഴയ വീടിൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു. എല്ലാ സാധനങ്ങളും ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു. ഒരു ഇതും കളയാതെ മരങ്ങളും കല്ലും അതുപോലെ കുരുടീസ് മാതിരിയുള്ള സാധനങ്ങളെല്ലാം പുതിയതിൽ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ നല്ല ജോലിക്കാരായിരുന്നു വന്നിരുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും അഭിപ്രായം ചോദിക്കുക അല്ലെങ്കിൽ ഇങ്ങനൊരു വീടിൻ്റെ പണിയെക്കുറിച്ച് അഭിപ്രായമൊക്കെ ചോദിക്കുകയാണെങ്കിൽ രാജേഷായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം കൺസ്ട്രോവ ഭവനം സ്ട്രക്ചേഴ്സ് ലിമിറ്റഡിനെ സമീപിക്കാൻ ശുപാർശ ചെയ്യാനും താല്പര്യം തന്നെയാണ്.